എല്ലാവരും പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബമായിട്ട് ഒരു യാത്ര പോവുകയാണ്. തീർത്ഥാടനം എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളിലുണ്ട്. അതാണ് ഇത്തിരി വീഡിയോസിനൊക്കെ ബുദ്ധിമുട്ടായി വരുന്നത്. പിന്നെ അത് പോയിട്ട് വരുന്നിടം വരെ ആ ഒരു ലാഗ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്. അതായത് ഈ ചാനൽ തുടങ്ങി ഒരു കുറച്ച് ദിവസത്തിന് ശേഷമാണ് അത് തുടങ്ങിയത്. അത് ഞാൻ പഠിച്ച മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഞാനൊരു ഡൗട്ടോടു കൂടിയാണ് അത് തുടങ്ങിയത്, ഇത് എങ്ങനെ ആകും. പക്ഷേ ഞാൻ ആദ്യം തുടങ്ങിയത് ഈ ചാനലാണെങ്കിലും മാനസമാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, പെട്ടെന്ന് തന്നെ വ്യൂസ് കയറിയത് മണിപ്രവാളം എന്നാണ് അതിൻ്റെ പേര്, അതിലാണ്. അപ്പോൾ എനിക്ക് ശരിക്കും ഒരുപാട് സന്തോഷമായി. അപ്പം ഞാനതിലും കൂടുതലായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. ഒരുപാടുണ്ട് പഠിച്ചത്, കുറേശ്ശെ അതിനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് അറിയാം യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ എൻ്റെ ഈ ഫോണിൽ അത് പറ്റില്ല. അപ്പം ഫോണൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിൻ്റെ സോഫ്റ്റ്വെയറിലെന്തോ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള സമയം എനിക്കിത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതിലോട്ട് വീഡിയോസൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലിരിക്കുകയാണ്. ഫോൺ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഫോണൊന്ന് ശരിയാക്കണം. അത് കഴിയുമ്പോൾ മറ്റൊരു യാത്രയുണ്ട്, അങ്ങനത്തെ തിരക്കും കാര്യങ്ങളാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഫോൺ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ മലയാളത്തിലേക്ക്, എൻ്റെ മണിപ്രവാളത്തിലേക്കൊന്ന് പോകണം. അതിൽ അത്യാവശ്യം ചെയ്യണം. കാരണം അതെനിക്ക് ഒരുപാട് കൂടുതൽ സന്തോഷം നൽകുകയാണ്. കാരണം ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് പറയാൻ പറ്റുന്നു. ഞാൻ ഇതുപോലെ തന്നെ ഈ ചാനൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം ആദ്യമേ തന്നെ സബ്സ്ക്രൈബേഴ്സ് വന്നു. കൂടുതലൊന്നും ഇല്ലെങ്കിലും 1-2 ദിവസം കൊണ്ട് എനിക്ക് 5-6 പേരെയെങ്കിലും കിട്ടി. ഞാൻ പറയാതെ തന്നെ വ്യൂസ് ഒരുപാട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമമേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ചത്, അല്ലെങ്കിൽ ഞാൻ കേട്ടറിഞ്ഞത്, ഞാൻ വായിച്ചറിഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ 2 ചാനലിലും പറയുന്നത്. എല്ലാം എൻ്റെ അനുഭവമാണെന്നില്ല. ഒന്ന് എൻ്റെ പഠിച്ചത് തന്നെയാണ്, ഞാൻ പഠിച്ചത് തന്നെയാണ്. ഒന്ന് എന്ന് പറയുന്നത് ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒക്കെയുണ്ട്. അപ്പം അത് മാത്രമല്ല, ഞാൻ ചിന്തിക്കാറുണ്ട് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഒരിത്. അതായത് ഒരാളെന്നോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന്. പിന്നെ ചിലർ നമ്മളെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളോട് ഒരു വളഞ്ഞ വരിയിൽ നമുക്കൊരു കുത്തു തരിക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ളവർ. പിന്നെ നമ്മൾ ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അംഗീകാരമേ തരത്തില്ല, അവർ പറയുന്നതാണ് കറക്റ്റ് എന്ന് പറയും. ഞാൻ അങ്ങനെയുള്ളവരോട് സംസാരിക്കുന്നത്, ഇതൊക്കെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അവരെന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അത് ചിലരുടെ മനസ്സിൽ അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതല്ലേ മനസ്സിൽ ചിന്തിച്ചതെന്ന്. അതെനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല. വർഷങ്ങളായിട്ട് ഞാൻ പഠിപ്പിച്ച ആ ഒരു ശീലം, അതിൽ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവത്തെക്കുറിച്ചും നമ്മൾ കൂടുതലായിട്ട് അറിയും. ഒരാൾ ക്ലാസ്സിൽ പെരുമാറുന്ന രീതി, അങ്ങനെ ഞാൻ ആർജിച്ചെടുത്തതാണ് ഇങ്ങനെയുള്ള കൂടുതലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൽ എൻ്റെ അനുഭവമുണ്ട് മുഴുവൻ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പം മനസ്സിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സ്, അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനോരോഗം ഉള്ളതുകൊണ്ടല്ലല്ലോ, അവർ പഠിച്ചത് കൊണ്ടും പറയുമല്ലോ. അപ്പോൾ അങ്ങനെയും ഉണ്ട് കാര്യങ്ങൾ. പിന്നെ ഓരോരുത്തർക്ക് കേൾക്കുമ്പോൾ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചായിരിക്കട്ടെ അവരുടെ ചിന്തകൾ. എന്തായാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു, അത്രമാത്രമേ ഉള്ളൂ. ഓക്കെ.